ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി അത് നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണേ എന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിനെ നടുക്കിയ ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്ന അതിദാരുണമായ ഒരു ദുരന്തത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷികളായിരിക്കുന്നത്. ഹരിത ഭംഗി കൊണ്ടും മനോഹരമായ മലനിരകളെ കൊണ്ടും തണുപ്പ് കൊണ്ട് മൂടിയ ഒരു വയനാടിന്റെ ചിത്രമല്ല ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന പലരും പിന്നീട് ഉണർന്നിട്ടില്ല. അവരുടെ ഉറ്റവരും ഉടയവരും നേരം പുലർന്നതും ഇല്ലാതെയായി മാറിയ നടക്കുന്ന കാഴ്ചകളാണ് 4-5 ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഒരു നിമിഷ നേരത്തെ ദുരന്തങ്ങൾ കൊണ്ട് അവസാനിച്ചു പോയ സ്വപ്നങ്ങളുണ്ട്. അല്ലാഹുവേ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് നീ ഷഹീദിന്റെ പദവികൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ ദുരന്തത്തിന്റെ ശേഷക്കാർക്ക് നീ ക്ഷമയും സമാധാനവും സുരക്ഷയും നൽകണമേ റഹ്മാനെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നീ ഈ നാടിനെയും നാട്ടുകാരെയും കാത്തുകൊള്ളണമേ റഹ്മാനെ. അല്ലാഹുവേ, എവിടെയാണ് എപ്പോഴാണ് ഞങ്ങളുടെ മരണമെങ്കിലും ഈമാൻ കാമിലായി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് എത്ര നന്നായിരുന്നേനെ എന്ന വാക്ക്. ഞാൻ പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല ജോലി കിട്ടുമായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് സമയത്തിനെത്താമായിരുന്നു, മോൾക്ക് പുതിയാപ്പിളയെ തെരഞ്ഞെടുത്തപ്പോ അല്ലെങ്കിൽ മോനെ പുതുവെണ്ണിനെ തെരഞ്ഞെടുത്തപ്പോ ധൃതി കാണിക്കേണ്ടിയിരുന്നില്ല, ഒന്നുകൂടെ ആലോചിച്ചും അന്വേഷിച്ചും നടത്തിയാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന വാക്ക് പറയുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിലാപങ്ങൾക്ക് പ്രയോഗിച്ചത് യാ ലൈതനി, യാ ലൈതനാ, യാ വൈലനാ, യാ വൈലതനാ എന്നൊക്കെയുള്ള വാക്കുകളാണ്. എപ്പോഴാണ് ഇത്തരം വിലാപങ്ങളുടെ വാക്ക് മനുഷ്യൻ പറയുക? അവസരങ്ങളൊക്കെയും നഷ്ടപ്പെട്ട് തന്റെ നാശവും നഷ്ടവും നേരിൽ കണ്ടു ബോധ്യപ്പെടുമ്പോഴാണ് മനുഷ്യൻ എത്ര നന്നായിരുന്നേനെ എന്ന വാക്ക് പ്രയോഗിക്കുക. മനുഷ്യർ നടത്തുന്ന അത്തരം വിലാപങ്ങളെയും വിലാപത്തിന്റെ കാരണങ്ങളെയും കുറിച്ച് അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരം വിലാപങ്ങളുടെ വാക്കുകൾ പറയേണ്ടി വരുന്ന ഒന്നാമത്തെ ആളാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് ആ ശ്രദ്ധ കൊടുത്ത് കേട്ട വിഷയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും എന്നിട്ട് ആ വിഷയത്തിൽ അനാവശ്യമായ തർക്കം നടത്തുകയും എന്നിട്ട് അത്തരം നന്മകളിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 25-ാമത്തെ വചനത്തിലൂടെ പറയാണ്, പ്രവാചകരെ താങ്കൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. മുനാഫിക്കുകളെ പറ്റി പറയാൻ എന്നാൽ അവരുടെ ഹൃദയത്തിന്മേൽ നാം മൂടികൾ വെച്ചിട്ടുണ്ട്. അവർ അത് ഗ്രഹിച്ച് മനസ്സിലാക്കാത്ത വിധത്തിലുള്ള മൂടി. അവരുടെ കാതുകളിന്മേൽ നാം അടപ്പും വെച്ചിട്ടുണ്ട്. ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല, അവരതിൽ നിന്ന് പാഠം പഠിക്കുകയില്ല. حتى إذا جاءوك يجادلونك يقول الذين كفروا إن هذا إلا أساطير الأولين
അങ്ങനെ അവർ താങ്കളുടെ അടുക്കൽ വന്ന് വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുകയും നിഷേധികളായ ആളുകൾ പറയും ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊക്കെ വെറുതെ പറയാം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കണം, ഇങ്ങനെ നടക്കൂല. മാത്രമല്ല വഹും യൻഹൗന അൻഹു വയൻഹൗന അൻഹു, അവരതിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും അവർ അതിൽ നിന്ന് സ്വമേധയാ വിട്ടുനിൽക്കുകയും ചെയ്യും. ശേഷം അല്ലാഹു തആല പറയാണ് വഇയുഹ്ലികൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, വാസ്തവത്തിൽ അവർ തങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ അതിനെപ്പറ്റി ബോധവാന്മാരല്ല. ഞാൻ ആദ്യം ഓതി വെച്ച വചനം വലൗ തറാ ഇദ് വുഖിഫു അലൻ നാർ, അവർ നരകത്തിങ്കൽ വന്നു നിൽക്കുന്ന അരങ്ങൻ നബിയെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഫഖാലു, അവർ പറയും, വിലാപത്തിന്റെ വാക്കാണ്, യാ ലൈതനാ നുറദ്ദു, യാ ലൈതനാ നുറദ്ദു, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ, വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയാതിരിക്കുകയും വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ ഈമാനുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. നരകം മുന്നിൽ കാണുമ്പോ മനുഷ്യൻ പറയുന്ന വിലാപത്തിന്റെ വാക്കുകളാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ട് പല കാര്യങ്ങളും, നമുക്കറിയാം പല കാര്യങ്ങളും, പക്ഷേ ചെവിയിൽ ഒരു അടപ്പ് വെച്ച് കേൾക്കുന്നത് പോലെയാണ്, ഹൃദയത്തിന് മൂടിയിട്ട പോലെയാ പലതും നമ്മൾ കേൾക്കുന്നത്. കേൾക്കാഞ്ഞിട്ടല്ല, കേൾക്കേണ്ടതിനെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, കേട്ടാൽ തന്നെ വിശ്വാസമില്ല, വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല. കേട്ട പലതും നമ്മൾ മറന്നു പോവാൻ. ചിലര് പറയും ചിലതൊന്നും ഞങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ വയ്യ, എന്നിട്ട് അനാവശ്യ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ. ചില ആളുകൾ അങ്ങനെയാണ്, നിങ്ങളാ പറയുന്നത് ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളത് ശരിയാണ്, പക്ഷേ ഞങ്ങളെ കൊണ്ടെന്തോ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പുകളെ, പ്രവാചകനിൽ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകളെ പോലും തങ്ങളുടെ ബുദ്ധിയുടെ, യുക്തിയുടെ, ചിന്തയുടെ പരിധിയും പറഞ്ഞ് നിസ്സാരനായ ദുർബലനായ മനുഷ്യൻ തള്ളിക്കളയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ചില മനുഷ്യന്മാരുടെ സ്വഭാവത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, വയഖൂലൂന ആമന്നാ ബില്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് പറയുന്നു ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പക്ഷേ ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين, പിന്നെ അതിന് ശേഷം അവരിൽ നിന്ന് ഒരു വിഭാഗം അതാ പിന്മാറിപ്പോകുന്നു, അവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ടെക്നോളജി ഇത്ര വളർന്നിട്ടും ചന്ദ്രനിൽ വരെ മനുഷ്യൻ കാലുകുത്തിയിട്ടും ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ നിരക്ഷരരായ മനുഷ്യരോട് പറയേണ്ട കാര്യം ഞങ്ങളോട് പഠിപ്പും പത്രാസുമില്ല ഞങ്ങളോട് പറയേണ്ട. അല്ലാഹു പറയാ വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അവർ പറയുന്നു വെറുതെ ആമന്നാ ബില്ലാഹി വബിർ റസൂലി വഅതഅനാ, ഞങ്ങൾക്ക് അല്ലാഹുവിനെയും അവരുടെ റസൂലിനെയും ഒക്കെ അനുസരിക്കാൻ സന്നദ്ധരാണ്, ഞങ്ങൾ അവനെ അനുസരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടെന്നൊക്കെ അവർ ഒഴിവായിട്ട് പറയുന്നെന്ന് മാത്രം. എന്നാലോ വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാനായി നമ്മളിൽ ഇതിൽ തർക്കിക്കാനൊന്നും പോണ്ട, നമുക്ക് ഈ വിഷയത്തിന്റെ നിലപാടറിയാൻ അല്ലാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും വരൂ എന്ന് പറഞ്ഞവരെ വിളിച്ചാൽ ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവരിൽ നിന്ന് ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. എന്നാൽ എപ്പോഴും അവർ തിരിഞ്ഞു കളഞ്ഞു പോവോ? ഇല്ല. വഇയ്യകുൽ ലഹുൽ ഹഖ്, ന്യായം അവർക്ക് അനുകൂലമാണ് എങ്കിൽ, അവർക്കിഷ്ടമുള്ള കാര്യമാണ്, അവർക്കിഷ്ടമുള്ള വാക്കുകളാണ് കേൾക്കുന്നത് എങ്കിൽ യഅ്തു ഇലൈഹി മുദ്ഇനീൻ, അവർ വിധേയത്വത്തോടെ റസൂലിന്റെ അടുക്കിലേക്ക് വരും. അപ്പൊ അവർക്ക് ഖുർആനും വേണം, സുന്നത്തൊക്കെ വേണം, സ്വീകാര്യമാണ്. അല്ലാഹു ചോദിക്കുകയാണ് അഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങൾക്ക് വല്ല രോഗവുമുണ്ടോ? അമിർതാബു, അതല്ല അവർക്ക് വല്ല സംശയവും പിടിപെട്ടിരിക്കുകയാണോ? അതുമല്ല അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹി വറസൂലുഹു, ഇനി അതുമല്ല അല്ലാഹു അവന്റെ റസൂലും അവരോട് വല്ല അനീതിയും കാണിക്കുമെന്ന് അവർ പേടിക്കുകയാണോ? ബൽ, അതൊന്നുമല്ല, പിന്നെയോ ഉലൈക ഹും ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമകാരികൾ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ,
നാളെ വിലാപത്തിന്റെ വാക്കുകൾ പറയാതിരിക്കണമെങ്കിൽ അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പരിപൂർണമായി ഉൾക്കൊള്ളുക. അതാണ് ഈമാനുള്ളവരുടെ വാക്കായി വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടാൽ, ഒരു ഈമാനുള്ളവന്റെ വാക്ക് അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും. ഞങ്ങൾക്ക് അല്ലാഹു അവന്റെ റസൂലും പറഞ്ഞാൽ പിന്നെ യാതൊരു സംശയവുമില്ല. അവരെ പറ്റി അല്ലാഹു പറയാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ. ഖുർആനിലുണ്ട് സുന്നത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ബുദ്ധി കൊണ്ട് അളക്കാൻ പോകണ്ട, യുക്തി കൊണ്ട് വിലയിരുത്താൻ പോകണ്ട. ഇസ്തിമാഅ ചെയ്ത കേട്ടു ശരി, പഠിച്ചു ശരി, ഇനി ഉൾക്കൊള്ളാനാ തയ്യാറാകേണ്ടത്. ഇല്ലെങ്കിൽ അവന്റെ വിലാപം യാ ലൈതനാ നുറദ്ദു, പടച്ചോനെ ഒന്നും മടക്കി തരൂ. എന്തിനാ വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയാതിരിക്കുവാനും വനകൂന മിനൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുന്നതിനും വേണ്ടി വിലാപം നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വിലാപത്തിന്റെ രണ്ടാമത്തെ വിഭാഗം അന്ധമായ അനുകരണം നടത്തുന്ന ആളുകളാണ്. ആരെന്ത് പറഞ്ഞാലും പറഞ്ഞവന്റെ ദുനിയാവിലെ സ്ഥാനവും മാനവും നോക്കി അവരെ അനുസരിക്കും, അനുകരിക്കും, തഖ്ലീദ് ചെയ്യും. ഞങ്ങൾ ആ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടതൊക്കെ ശരിയാണോ, പറഞ്ഞത് ശരിയാണോ എന്ന് കരുതി അന്വേഷിക്കാനോ പഠിക്കുവാനോ തയ്യാറാകാതെ അതിനെ വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ പരലോകത്ത് വിലപിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരെയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ അന്ധമായി അനുകരിക്കേണ്ടത്? ആരെയാണ്? വമാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം അതിനെ അനുകരിക്കണം, അനുസരിക്കണം. ഖുൽ അത്തിഉ അല്ലാഹു വ അത്തിഉ റസൂൽ. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് കുറച്ച് ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പെരുത്ത് ഇഷ്ടമാണ്, ഞങ്ങൾ അല്ലാഹുക്കും പെരുത്ത് ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ജീവിതം ഈ പറഞ്ഞതിനോട് കൂറുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഖുൽ നബിയെ അവരോട് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ഞാൻ എങ്ങനെയാ എന്റെ റബ്ബിൽ വിശ്വസിച്ചത്? ഞാൻ ആരോട് മാത്രമാണ് ദുആ ചെയ്തത്? അമ്പിയാക്കളോടും ഔലിയാക്കളോടുമുള്ള എന്റെ സമീപനം എന്താണ്? എന്റെ മുആമലാത്ത്, ഇടപാടുകളിലെ ആചാരങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാൻ എങ്ങനെയാണോ, ഫത്തബിഊനി, പരിപൂർണമായും നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ എങ്കിൽ പിന്നെ നിങ്ങൾ ആ പറയുന്നത് വാസ്തവമാണ്. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവരും കരുണാവാരിധിയുമാണ്. അല്ലാഹു പറഞ്ഞു, ഖുൽ, പറയണം നബിയെ, അത്തിഉല്ലാഹ വ റസൂൽ, അത്തിഉല്ലാഹ വ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അന്ധമായി അനുകരിക്കേണ്ടത്, അനുസരിക്കാൻ പറ്റുന്ന അല്ലാഹുവിനെയും റസൂലിനെയും മാത്രമാണ്. ഇനിയോ ഫഇൻ തവല്ലൗ, ഇനി അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം, ഹേ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റൂല, ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല, അത് അങ്ങനെയൊന്നും നോക്കിയാപ്പത്ത കാലത്ത് ജീവിക്കാൻ പറ്റൂല എങ്കിലാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിഷേധികളായ ജനങ്ങൾ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, നിങ്ങൾക്ക് ആ റസൂൽ കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ എന്തൊന്നിലും നിങ്ങളെ വിലക്കിയിട്ടുണ്ട്, പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. ഇതാണ് അല്ലാഹു തആല മനുഷ്യകുലത്തോട് പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ മുആമിലാത്തുകൾ, വാങ്ങലും കൊടുക്കലും എല്ലാറ്റിലും
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണോ? അതല്ല നമ്മുടെ നാട്ടിലെ കാരണവന്മാരും ഉമറാക്കളും സാദാത്തികളും എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ പറയുന്ന പ്രകാരമാണോ? എങ്കിൽ വിലപിക്കേണ്ടി വരും. സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു തആല പറഞ്ഞു, നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അന്ധമായി അനുകരിച്ച് നരകത്തിലെത്തിയാൽ മനുഷ്യൻ പറയുന്ന വിലാപത്തിന്റെ വാക്കുകൾ സൂറത്ത് അഹ്സാബിൽ 66-ാമത്തെ ആയത്ത് മുതൽ കാണാം. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. ഇത്തരം അന്ധമായി നേതാക്കന്മാരെ അനുകരിച്ച ആളുകളുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം യഖൂലൂന, അവർ പറയും, യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂല. എന്റെ കഷ്ടകാലമേ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വിലാപമാണ്. അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു, പക്ഷേ അനുസരിക്കാൻ തയ്യാറായില്ല. വഖാലു, അവരുടെ വിലാപത്തിന്റെ രണ്ടാമത്തെ വാക്ക് റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്അനാ സാദതന വകുബറാന. ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളിലെ നേതാക്കന്മാരെയാണ്, സയ്യിദന്മാരെയാണ്. സയ്യിദിന്റെ ജംആണ് സാദാത്ത്. ഞങ്ങളിലെ സാദതന, ഞങ്ങളിലെ നേതാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു. വകുബറാന, ഞങ്ങളുടെ ഉമറാക്കളെ പ്രമുഖന്മാരെ ഞങ്ങൾ അനുസരിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരൂലേ? അവരൊക്കെ എത്ര വലിയ ആലിമീങ്ങളാ, പണ്ഡിതന്മാരാ. ഇങ്ങനെ ഒരു തെമീമ, ഒരു നൂല്, ഒരു ചരട് ഏലത്ത് മന്ത്രിച്ചൂതി കെട്ടിയാൽ ഈമാനിൽ പിഴവ് പറ്റുമെങ്കിൽ കാലം വരും, കഴുത്തിലും അത് കെട്ടി നടന്നാൽ ശിർക്ക് വരുമെന്നുണ്ടെങ്കിൽ കബറങ്ക പോയി കബറാളിയോട് തേടിയാൽ, കബറിൽ കിടക്കുന്നവരോട് ഇസ്തിഗാസ ചെയ്താൽ അത് തൗഹീദിനെതിരാണ്, നരകം ശാശ്വതമാകുന്ന കാരണമെങ്കിൽ ഇത്രയും പഠിച്ച ആലിമീങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ സമ്പത്തും കൊള്ളയടിച്ചു? അവര് പറയുമായിരുന്നില്ലേ, അവർ തിരുത്തി തരുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ പരിപൂർണമായി അനുകരിച്ചു. പക്ഷേ ഇപ്പൊ ബോധ്യപ്പെടുകയാണ്, ഇപ്പൊ ബോധ്യപ്പെട്ടു റബ്ബേ, യഥാർത്ഥത്തിൽ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഉണ്ടായത്. ശരിയായ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്ന് അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. അത് കേൾക്കണ്ട, അത് പഠിക്കാൻ പോകണ്ട, ഞങ്ങളെന്ത് പറയും അത് കേട്ടാ മതി എന്ന് പറഞ്ഞപ്പോ അതിന്റെ പിന്നാലെ അന്ധമായി നേതാക്കളെ അനുകരിച്ചു പോയി. റബ്ബേ, വിലാപമാണ്. റബ്ബന ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്. പഠിച്ചവനെ, ഞങ്ങളേതായാലും പെട്ടു. ഞങ്ങൾ ഇവിടെ ഈ നരകത്തിലെത്താൻ കാരണക്കാരായ ഞങ്ങളുടെ ഉമറാക്കളുണ്ടല്ലോ, ഞങ്ങളുടെ സാദാത്തീങ്ങളുണ്ടല്ലോ, അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ കൊടുക്കണേ പഠിച്ചവനെ. പോരാ, വൽഅൻഹും ലഅനൻ കബീറ. അവർക്ക് നീ വൻ ശാപമേൽപ്പിക്കുകയും ചെയ്യണമേ. സഹോദരന്മാരെ, അന്ധമായി നേതാക്കളെ പിൻപറ്റിയ ആളുകളുടെ വിലാപമാണ് നമുക്കുണ്ടാവാൻ പാടില്ല. നാളെ വിലപിക്കുന്നവരിൽ 3ാമത്തെ വിഭാഗം ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് തോന്നിയവാർത്തം പറഞ്ഞവരും കണ്ടവരും ചെയ്തവരുമൊക്കെയാണ്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. 25-ാമത്തെ സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ വചനം, വയൗമ യഅദു ളാലിമു അലാ യദൈഹി. അക്രമം ചെയ്തവൻ തന്റെ 2 കൈകളും കടിക്കുന്ന ദിവസം. കൈ കടിച്ചുകൊണ്ട് അക്രമി വിലപിച്ചുകൊണ്ട് പറയും, യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല. എന്റെ റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലതാ ലൈതനി. ആവർത്തിക്കാണ് വിലാപത്തിന്റെ വാക്ക്. എന്റെ നാശമേ, എന്റെ കഷ്ടകാലമേ. ലം അത്തഖിദു ഫുലാനൻ ഖലീല. ഇന്നയാളെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലഖദ് അവല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് ഈ ദിക്ർ, ഈ ബോധനം വന്നു കിട്ടിയതിനു ശേഷവും അതിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞുവല്ലോ. അല്ലാഹു പറയാണ്, വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കണം ആരൊക്കെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളത് എന്ന്, ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടുള്ളത് എന്ന്. രക്ഷിതാക്കളെ, മക്കളുള്ളവരെ ചിന്തിക്കണം, ആരൊക്കെയാ മക്കളുടെ കൂട്ടുകാർ. പരലോകം നേടിത്തരുന്നവരാണോ? പരലോകം നഷ്ടപ്പെടുന്നവരാണോ? ഒരു ഘട്ടം വരാനുണ്ട്, വിലാപത്തിന്റെ മക്കളെ കൊണ്ട് നല്ലവണ്ണം പോറ്റി വളർത്തിയ മക്കൾ, അവരാവശ്യപ്പെടുന്നതെന്ന് പൂർത്തീകരിക്കാൻ കടാപാടുപെടുന്ന രക്ഷിതാക്കൾ, അവസാനം കോടതി കയറി ഇറങ്ങാൻ
മകളെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി, മകന്റെ നീതിക്ക് വേണ്ടി തിരിച്ചു കയറുന്ന, കോടതി കയറി ഇറങ്ങുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ ദാരുണമായ വാർത്ത നമ്മൾ കേട്ടു. അങ്ങനെ ഒരു ദുരനുഭവം നമുക്കാർക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരുവൻ അവന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളണം, ശ്രദ്ധിച്ചുകൊള്ളണം താൻ ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇഹലോകത്ത് ചില കൂട്ടുകെട്ടുകളെ ഒഴിവാക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നാളെ വിലപിക്കേണ്ടി വരും. നാലാമത് വിലപിക്കേണ്ടി വരുന്ന വിഭാഗം കർമ്മരേഖ കയ്യിൽ കിട്ടുമ്പോൾ വിലപിക്കുന്നവരാണ്. ജീവിതത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം എല്ലാം കൃത്യമായ രേഖയിലുണ്ട്. എല്ലാം നാളെ പടച്ചോ കയ്യിൽ തരും. ഇതാ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, നിന്റെ കണക്കെടുക്കാൻ നീ തന്നെ മതിയാകുമെന്ന് അല്ലാഹു തആല എന്നോട് നിങ്ങളോട് പറയുന്ന ദിവസം നമ്മൾ ഓർക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ ബോധം ഇവിടുന്ന് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യവും പരസ്യവും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഏതൊരു ഖൗൽ ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുക്കൽ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാവാതിരിക്കുകയില്ല. ഇത് ഇവിടുന്ന് അറിയൂല, പക്ഷേ അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടും, വിലപിക്കേണ്ടി വരും. ആരാണ് നിന്റെ റബ്ബ്? ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. എന്താ മിർസ്വാദ് എന്ന് പറഞ്ഞാൽ? പതിയിരുന്ന് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവരെന്താണ് വാക്കിന്റെ അർത്ഥം? അങ്ങനെ റബ്ബ് നമുക്കുണ്ട് സുഹൃത്തുക്കളെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്ന റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളെ രാവും പകലും ഒപ്പിയെടുക്കുന്ന റബ്ബ് നമുക്കുണ്ട്. നമ്മുടെ യുവത്വവും വാർദ്ധക്യവും എല്ലാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. കയ്യക്കെട്ട് തരും രേഖ എന്ന് നമ്മൾ പള്ളിയിൽ വന്ന് ഓതിയ സൂറത്ത് കഹ്ഫിൽ കാണാം. 49-ാമത്തെ വചനം, കർമ്മങ്ങളുടെ രേഖ കിട്ടും. അപ്പൊ കുറ്റവാളികൾ ആ കിതാബിലുള്ളതിനെ പറ്റി പേടിച്ചരണ്ട നിലയിൽ നിനക്ക് കാണാം. അവൻ പറയും, വിലാപമാണ്, യാ വൈലതനാ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അയ്യോ ഞങ്ങളുടെ നാശമേ, ഇതെന്താണ്? എന്ത് രേഖയാണിത്? ഞങ്ങൾ ചെയ്ത ചെറുതോ വലുതോ ആയ യാതൊന്നും തന്നെ കൃത്യമായി വള്ളി പുള്ളി വിടാതെ രേഖപ്പെടുത്താത്തതായിട്ട് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. കാണിച്ചു കൂട്ടിയതും പറഞ്ഞതുമൊക്കെ ആ രേഖയിലുള്ളതായി അവൻ കാണും. വലത്തെ കൈ നീട്ടും, അമ്മാവൻ ഊത്തിയ കിതാബുഹു ബിശിമാലി, വലത്തെ കയ്യിൽ കൊടുക്കൂല, ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടും. അവൻ പറയുന്ന വിലാപത്തിന്റെ വാക്ക് 69-ാമത്തെ സൂറത്ത് ഹഖ, വയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ കിതാബിന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ടാ പറയുന്നത്, കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം എന്തൊക്കെയാണ് ആ കിതാബിലുള്ളതെന്ന് അവനറിയാം. അവന്റെ അടുത്ത വിലാപം, വലം അതിരിമാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ലെ, നമ്മളെങ്ങനെ പറയും? അങ്ങ് വയനാടിൽ കോരിച്ചൊയ്യുന്ന മഴയുടെ ആഘാതത്തിൽ 100 ശരീരങ്ങൾ ഒഴുകി വന്നിങ്ങ് നിലമ്പൂര് ചാലിയാറിന്റെ തീരത്ത് വന്നടിഞ്ഞപ്പോ കൈയൊന്ന് വേറെ, കാലൊന്ന് വേറെ, ശരീരത്തിന്റെ അവയവങ്ങൾ വേറിട്ട നിലയിൽ തറയലേ ചങ്ങായി, കേൾക്കാൻ വയ്യാന്ന് നമ്മൾ പറയും. ഹൈവേയിൽ സ്കൂട്ടറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോയ ബൈക്ക് യാത്രികൻ അവന്റെ തല കവറിൽ പെറുക്കിങ്ങനെ എടുക്കുന്ന രംഗം ഒരുവൻ വിളിച്ചു പറയുമ്പോ നമ്മൾ പറയും, പറയല്ലേ ചങ്ങായേ, കേൾക്കാൻ വയ്യാന്ന് പറയും. ആ വാക്കാണ് ഈ പറയുന്നത്. ഖുർആൻ പ്രയോഗിച്ചു, വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനതിൽ ഖാദിയ, എന്റെ ആ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാ അഗ്നാ അന്നി മാലിയ, എന്റെ ധനമൊന്നും എനിക്ക് പ്രയോജനം ചെയ്തില്ല. ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു, 10 പൈസയുടെ ഉപകാരം കിട്ടിയിട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം, എന്റെ സ്വാധീനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എത്രമാത്രം അനുയായികളുള്ള നേതാവായിരുന്നു ദുനിയാവിൽ ഞാൻ.
ഞാൻ ചെല്ലുന്നതും കാത്തിരുന്നുകൊണ്ട് കച്ചവടക്കാരിയിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ മുന്തിയ തരം മീന്, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത മുന്തിയ തരം പച്ചക്കറി, വിഷമടിക്കാത്ത പച്ചക്കറി ഞാനെന്ന കസ്റ്റമർ എത്തുന്നത് കാത്തിരിക്കുന്ന കച്ചവടക്കാർ. പക്ഷേ എന്റെ എല്ലാ അധികാരവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. സഹോദരന്മാരെ, യാ ലൈതനി യാ ലൈതന, നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് കയ്യിൽ കിട്ടുമ്പോഴുള്ള വിലാപമാണ്. അത് വലത്തെ കൈകൊണ്ട് ഏറ്റുവാങ്ങാനുള്ള യോഗ്യതയും അർഹതയും കരസ്ഥമാക്കാനുള്ള വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹാദരണീയരായ വിശ്വാസികളെ ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് വെച്ച് വിലപിക്കേണ്ടി വരുന്ന അഞ്ചാമത്തെ വിഭാഗം, കർമ്മങ്ങളൊക്കെ കുറവാണ്, രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളില്ല, ഞാൻ കുറച്ചും കൂടി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കും. രേഖ കയ്യിൽ കിട്ടി, സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ മാത്രമുള്ള മാർക്കില്ല. ഒന്നുകൂടി ഞാനൊന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കും. അവസരങ്ങൾ പലതും ഉണ്ടായിരുന്നു ദുനിയാവിൽ, പക്ഷെ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ എന്ന് മനുഷ്യൻ വിലപിക്കും. അല്ലാഹു മാത്ര രക്ഷിക്കുമാറാവട്ടെ. സൂറത്തു ഫജ്റിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നത്, കല്ലാ ഇദാ ദുഖ്ഖത്തിൽ അർദു ദക്കൻ ദക്കാ, ഭൂമി പൊടിപൊടിയായി പൊടിച്ചു കളയപ്പെടും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, നിന്റെ റബ്ബ് വരും, മലക്കുകളും അണിയണിയായി വരികയും ചെയ്യുന്ന ദിവസം. വജീഅ യൗമഇദിൻ ബിജഹന്നം, ജഹന്നമിനെ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യന് ചില കാര്യങ്ങൾ ഓർമ്മ വരും. അവന്റെ കർമ്മങ്ങളുടെ പോരായ്മകളെ കുറിച്ച് അവന് ഓർമ്മ വരും. അല്ലാഹു ചോദിക്കുക, ആ ഓർമ്മ അവിടെ വെച്ച് വന്നിട്ട് എന്ത് കാര്യം? ആ ഓർമ്മ അവിടെ വന്നിട്ട് എന്ത് കാര്യം? അവൻ പറയുന്ന വിലാപത്തിന്റെ വാക്ക് കേട്ടോളൂ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, യാ ലൈതനി, അയ്യോ എന്റെ നാശമേ, ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മനുഷ്യന്റെ വിലാപമാണ്. എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട് ഇനി ഒരു അവസരവുമില്ല. വർഷങ്ങളോളം ദുനിയാവിന്റെ പച്ചപ്പിൽ അടിച്ചു പൊളിച്ചു തീർത്തു യുവത്വം. അങ്ങ് പട്ടാമ്പി പാലം വരെ മൂടി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആശ്വസിച്ചു, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. വയനാടിന്റെ ചൂരൽ മലയും കടന്ന് പേമാരി കുത്തൊഴുകി 300 ശവങ്ങളെ കൊണ്ട് ചാലിയാർ തീർത്തപ്പോ നമ്മൾ പറഞ്ഞു, ഇത് നിലമ്പൂര് വരെയുള്ള മൗലവി, വായനശാല കുന്നപ്പള്ളിക്ക് എത്തിയിട്ടില്ലല്ലോ. കട്ടുപാറ വരെ വെള്ളം കൊണ്ടുവരാൻ കഴിയുന്ന കല്ലുകളെയും മലകളെയും ഇടിച്ചു നിരത്തി മനുഷ്യനോടൊപ്പം പടുകൂറ്റൻ കെട്ടിടങ്ങളെ താഴേക്കിറക്കാൻ കഴിവുള്ള അല്ലാഹു തന്നെയാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ കുന്നപ്പള്ളി വായനശാല ഇടിച്ചു നിരത്താനോ അല്ലാഹുക്കത്ര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ വിളിച്ച് അല്ലാഹു തആല പറഞ്ഞ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഏത് കാലത്തും വേണം, അത് എവിടെ വന്നാലും വേണം. അബുദാബി ചെന്ന വേറെ ഈമാൻ, മക്കത്തുൽ ഹറമിന്റെ പരിശുദ്ധത്വം വേറെ ഈമാൻ, ലണ്ടനിൽ പോയ വേറെ ഈമാൻ, അങ്ങനെയല്ല. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത് നന്നായി ചിന്തിക്കണം, നന്നായി പരിശ്രമിക്കണം, പണിയെടുക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ശ്രദ്ധിക്കാത്ത ആൾ, അതിനായിട്ട് തുണി കുപ്പായം മാറ്റിറങ്ങിയ ആൾക്കാർ പോട്ടെ. നമ്മുടെ വായനശാലയിലും നമ്മുടെ ക്ലബ്ബുകളിലും ഇരുന്ന് വർത്തമാനം പറയും, ഇതൊക്കെ തീരും.
ഇതൊക്കെ അവസാനം ഇന്നലത്തെക്കാൾ രൂക്ഷമാണിന്ന്, ഇന്നത്തെക്കാൾ പ്രയാസകരമായിരിക്കും നാളെ. കേൾക്കുന്ന വാർത്തകൾ ദുരന്തപൂർണ്ണമാടിയെങ്കിൽ കാവല് പോലും കിട്ടാത്തവരവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെറുതിരിക്കും എന്താ ചെല്ലണ്ടെന്ന് സംശയമുള്ള ആളുകൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ സഖീലതാനി ഫിൽ മീസാൻ ഖഫീഫതാനി അലൽ ലിസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എന്താ ദിക്റിന്റെ ശ്രേഷ്ഠത? നാളെ കർമ്മങ്ങളെ തൂക്കി കണക്കാക്കുന്ന തുലാസിൽ പരമകാരുണികനായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്ക്. സഖീലതാനി ഫിൽ മീസാൻ, തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്ക്. ഖഫീഫതാനി അലൽ ലിസാൻ, പഠിക്കുവാനും പറയുവാനും നാവിൽ ഏറ്റവും ലളിതമായ കനം കുറഞ്ഞ രണ്ട് വാക്ക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സഹോദരന്മാരെ, നേരം പുലർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കും വരെ ചെയ്യേണ്ടുന്ന ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും ദിക്റുകളുമുണ്ട്. നമ്മളത് പഠിച്ച് പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിലപിക്കുന്ന ആ ഹതഭാഗ്യരിൽ നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സ്വർഗം ലഭിക്കുന്ന അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്പം വൈകിയെങ്കിലും വയനാട് മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയി നമ്മൾ അറിഞ്ഞു. വീടും കുടുംബവും ശരീരഭാഗങ്ങളും നഷ്ടപ്പെട്ടവർ, അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള കളക്ഷനാണ്. എല്ലാവരും തങ്ങളുടെ സമ്പത്തിനെ കാര്യമായി എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുന്നതല്ല, കാര്യമായി ബാധിക്കുന്ന തരത്തിൽ തന്നെയും ആ സഹോദരി സഹോദരന്മാരെ പുനരധിവസിപ്പിക്കുവാനും അവരുടെ ചികിത്സക്ക് വേണ്ട ആശുപത്രി ചെലവിനും വേണ്ട നമ്മളാൽ കഴിയുന്നത് നമ്മൾ നൽകണം. ഇവിടെ കൊണ്ടുവരാത്ത ആളുകൾ, ഇവിടെ QR കോഡ് ഉണ്ട്, അതിൽ സ്കാൻ ചെയ്തിട്ടെങ്കിലും അതിലേക്ക് പണം അയക്കണം എന്ന് നിങ്ങളെ വിനീതമായി അഭ്യർത്ഥിക്കണം. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.